സത്യം നിങ്ങളെ അറിയുകയും സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കുകയും ചെയ്യും. ഇന്നും നമുക്ക് ചില വചന വെളിപ്പാടുകളുടെ സത്യത്താൽ നമുക്കൊന്ന് സ്വാതന്ത്ര്യം പ്രാപിക്കാം. അതിനായിട്ട് ഞാൻ ഇന്ന് വായിക്കുന്നത് നമ്മൾ കൊലോസ്യ ലേഖനം അതിൻ്റെ 1-ാം അധ്യായം അതിൻ്റെ 12 മുതലാണ് ഞാനിന്ന് വായിക്കുന്നത്. വിശുദ്ധന്മാർക്ക് വെളിച്ചത്തിലുള്ള അവകാശത്തിനായി നമ്മെ പ്രാപ്തരാക്കുകയും നമ്മെ ഇരുട്ടിൻ്റെ അധികാരത്തിൽ നിന്ന് വിടുവിച്ച് തൻ്റെ സ്നേഹസ്വരൂപനായ പുത്രൻ്റെ രാജ്യത്ത് ആക്കി വയ്ക്കുകയും ചെയ്ത പിതാവിന് സന്തോഷത്തോടെ സ്തോത്രം ചെയ്യുന്നവരാകണം എന്ന് അപേക്ഷിക്കുന്നു. വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ എഴുതിയ ലേഖനമാണിത്. പൗലോസ് അപ്പോസ്തലൻ്റെ ഒരു അപേക്ഷയാണ്. അത് നമ്മൾ ആ വാക്യത്തിൻ്റെ അവസാനം വായിക്കുമ്പോൾ അറിയാം, അപേക്ഷിക്കുന്നു എന്ന് പറഞ്ഞാണ് അത് അവസാനിപ്പിക്കുന്നത്. അപ്പോൾ ഇവിടെ ഒന്നും കൂടി ശ്രദ്ധിക്കുക. വിശുദ്ധന്മാർക്ക്, നമ്മളാണ് വിശുദ്ധന്മാർ. ആ യേശുവിനെ ഹൃദയത്തിൽ കർത്താവും രക്ഷിതാവുമായി സ്വീകരിച്ച ഓരോരുത്തരും വിശുദ്ധന്മാരാണ്. ആ വിശുദ്ധന്മാർക്ക് വെളിച്ചത്തിലുള്ള അവകാശത്തിനായി ഹല്ലേലൂയ സ്തോത്രം, നമ്മെ പ്രാപ്തരാക്കുകയും, ആരാ നമ്മളെ ഈ വെളിച്ചത്തിനുള്ള അവകാശത്തിനായി പ്രാപ്തനാക്കിയത്? ദൈവം, പിതാവായ ദൈവം. ഇത് നമ്മൾ മറന്നു പോകരുത്. പലപ്പോഴും നമ്മളൊരു സത്യം അറിയണം. നമ്മൾ പിതാവായ ദൈവത്തിന് നമ്മുടെ ജീവിതത്തിൽ കൊടുക്കേണ്ട സ്ഥാനം നമ്മൾ വിശ്വാസികൾ കൊടുക്കാറില്ല. ദൈവത്തെക്കുറിച്ചുള്ള നമ്മുടെ കാഴ്ചപ്പാട് മിക്കവാറും നമ്മുടെ വിശ്വാസികളുടെ ഇടയിൽ ഞാൻ കണ്ടിട്ടുള്ളത്, നമ്മളെന്തെങ്കിലും പ്രാർത്ഥിച്ചിട്ട് ആ പ്രാർത്ഥന അവസാനിപ്പിക്കുന്ന സമയത്ത് യേശുവിൻ്റെ നാമത്തിൽ തന്നെ പിതാവേ എന്ന് പറഞ്ഞ് അവസാനിപ്പിക്കുന്ന ആ ഒരു കാഴ്ചപ്പാടാണ് വിശ്വാസികളുടെ ഇടയിൽ മിക്കവാറും കാണാറുള്ളത്. അപ്പോൾ ഈ വചനം നമ്മൾ വായിക്കുമ്പോൾ നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാക്കേണ്ടതായിട്ടുള്ള ഒരു കാര്യമുണ്ട്. ഇവിടെ നമ്മളെ വെളിച്ചത്തിൻ്റെ അവകാശിയാക്കി നമ്മളെ വെച്ചിരിക്കുന്നത് പിതാവായ ദൈവമാണ്. അപ്പോൾ ദൈവമാണ് നമ്മളെ സകല ക്രിസ്തു മുഖാന്തരമുള്ള സകല അനുഗ്രഹങ്ങൾക്കും വേണ്ടി തിരഞ്ഞെടുത്തതും ക്രിസ്തുവിൽ വിശ്വസിക്കുവാനായിട്ടുള്ള കൃപ നമുക്ക് നൽകിയതും എല്ലാത്തിൻ്റെയും കാരണഭൂതൻ പിതാവായ ദൈവമാണ്. ആ ദൈവത്തിന് നമ്മൾ കൊടുക്കേണ്ടതായിട്ടുള്ള ആ സ്ഥാനം, 1-ാം സ്ഥാനം, കഴിഞ്ഞ ഭാഗത്ത് ഞാൻ പറയേണ്ടായിരുന്നു, ദൈവത്തെ അപ്പ പിതാവേ എന്നാണ് വിളിക്കേണ്ടത്. ഹല്ലേലൂയ സ്തോത്രം. പഴയ നിയമത്തിൽ യഹോവ എന്ന് വിളിച്ചെങ്കിൽ യേശുക്രിസ്തുവിൻ്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട നമ്മൾ ദൈവത്തെ അപ്പാ പിതാവേ എന്ന് വിളിക്കണം. ഇതാണ് ദൈവരാജ്യത്തിൻ്റെ വ്യവസ്ഥ. ഇതാണ് ദൈവം ആഗ്രഹിക്കുന്നത്. അപ്പോൾ നമ്മളെ ആ നിലവാരത്തിലാണ് ദൈവം നമ്മളാക്കി വച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ വചനം നമുക്കൊന്നും കൂടി ശ്രദ്ധയോടെ ഒന്നുകൂടി വായിക്കാം. വിശുദ്ധന്മാർക്ക് വെളിച്ചത്തിലുള്ള അവകാശത്തിനായി നമ്മെ പ്രാപ്തരാക്കുകയും നമ്മെ ഇരുട്ടിൻ്റെ അധികാരത്തിൽ നിന്ന് വിടുവിച്ച് സ്നേഹസ്വരൂപനായ പുത്രൻ്റെ രാജ്യത്തിലാക്കി വെക്കുകയും ചെയ്ത പിതാവിന് സന്തോഷത്തോടെ സ്തോത്രം ചെയ്യുന്നവരായിരിക്കണം. പിതാവായ ദൈവത്തിന് സന്തോഷത്തോടെ സ്തോത്രം ചെയ്യുന്നവരായിരിക്കണം. പിതാവായ ദൈവത്തിനാണ് നമ്മൾ മഹത്വം കൊടുക്കേണ്ടത്. പിതാവായ ദൈവമായിരിക്കണം നമ്മുടെ ജീവിതത്തിൽ 1-ാം സ്ഥാനത്ത് നിൽക്കേണ്ടത്. കാരണം തൻ്റെ ഏകജാതനായ പുത്രനെ നമുക്കായി നൽകി, നമ്മളെ സ്നേഹിച്ച സ്നേഹനിമിത്തം പുത്രനെ നമുക്ക് നൽകി. ആ പുത്രനിലൂടെ നമ്മളെ വീണ്ടെടുത്തത് സ്നേഹസ്വരൂപനായ പിതാവായ ദൈവമാണ്. അതുകൊണ്ടിട്ടാണ് നമ്മളിവിടെ വായിക്കുന്നത്, വെളിച്ചത്തിലുള്ള അവകാശത്തിനായി നമ്മെ പ്രാപ്തരാക്കുകയും നമ്മെ ഇരുട്ടിൻ്റെ അധികാരത്തിൽ നിന്ന് വിടുവിച്ച് തൻ്റെ സ്നേഹസ്വരൂപനായ പുത്രൻ്റെ രാജ്യത്തിലാക്കി വയ്ക്കുകയും ചെയ്ത പിതാവിന് സന്തോഷത്തോടെ സ്തോത്രം ചെയ്യണം. അപ്പം നമ്മളെ സ്നേഹസ്വരൂപനായ പുത്രൻ്റെ രാജ്യത്തിലാക്കി വെച്ചിരിക്കുന്നത് പിതാവായ ദൈവമാണ്. അപ്പോൾ പിതാവായ ദൈവത്തിന് നമ്മുടെ ഹൃദയത്തിൽ 1-ാം സ്ഥാനം എപ്പോഴും ഉണ്ടായിരിക്കണം. നീ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണാത്മാവോടും പൂർണ്ണ ശക്തിയോടും പൂർണ്ണ മനസ്സോടും ദൈവത്തെ സ്നേഹിക്കണം. 1-ാമത്തെ പ്രമാണം അതാണ്. പലപ്പോഴും നമ്മൾ വിശ്വാസികളുടെ കാഴ്ചപ്പാടിൽ പിതാവായ ദൈവത്തിന് കൊടുക്കേണ്ട ആ സ്ഥാനം കൊടുക്കാറില്ല. നമ്മളെപ്പോഴും യേശുവിനെ ആണ് 1-ാം സ്ഥാനത്ത് കൊണ്ട് നിർത്തുന്നത്. യേശുവിനോടാണ് പ്രാർത്ഥിക്കുന്നത്. യേശുവിനല്ല 1-ാം സ്ഥാനം കൊടുക്കേണ്ടത്. യേശുവിനോടല്ല പ്രാർത്ഥിക്കേണ്ടത്. യേശു ഒരിക്കലും തന്നോട് പ്രാർത്ഥിക്കാൻ പറഞ്ഞിട്ടില്ല. യേശു പറഞ്ഞിരിക്കുന്നത്, എൻ്റെ നാമത്തിൽ നിങ്ങൾ പിതാവിനോട് അപേക്ഷിക്കുന്നത് എന്തും നിങ്ങൾക്ക് കിട്ടും. നിങ്ങൾ എന്നിലും എൻ്റെ വചനം നിങ്ങളിൽ വസിച്ചാൽ നിങ്ങൾ ഇച്ഛിക്കുന്നത് എന്തെങ്കിലും അപേക്ഷിപ്പിൻ, അത് നിങ്ങൾക്ക് കിട്ടും. ആരോട് അപേക്ഷിക്കണം? പിതാവായ ദൈവത്തോട് അപേക്ഷിക്കണം. എങ്ങനെ? നമ്മുടെ നിലവാരം എന്തായിരിക്കണം? നിങ്ങൾ എന്നിൽ വസിക്കണം, ക്രിസ്തുവിൽ വസിക്കണം, ക്രിസ്തുവിൻ്റെ വചനത്തിൽ വസിക്കണം. എന്നിട്ട് നിങ്ങൾ പിതാവിനോട് അപേക്ഷിച്ചെന്നാൽ അത് കിട്ടുമെന്നാണ് അവിടെ പറയുന്നത്. പലപ്പോഴും നമ്മൾ പിതാവായ ദൈവത്തിന് നമ്മൾ ഒരു സ്ഥാനവും കൊടുക്കാറില്ല. നമ്മൾ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയുടെ അവസാന ഭാഗത്ത് യേശുവിൻ്റെ നാമത്തിൽ തന്നെ പിതാവേ
എന്ന് പറഞ്ഞ് അവസാനിപ്പിക്കുവാൻ വേണ്ടി വെച്ചിരിക്കുന്ന ഒരു സ്ഥാനമായിട്ട് നമ്മൾ പിതാവിനെ നമ്മൾ മാറ്റിക്കളഞ്ഞു. ആ കാഴ്ചപ്പാടിലാണ് നമ്മൾ പലപ്പോഴും ആയിരിക്കുന്നത്. അത് ദൈവരാജ്യത്തിൻ്റെ വ്യവസ്ഥ പ്രകാരം വളരെ തെറ്റാണ്. അത് നമ്മൾ ആ തിരിച്ചറിവ് നമുക്ക് ഈ വചന വെളിപ്പാടിലൂടെ ആ ഒരു സ്വാതന്ത്ര്യം നമുക്ക് കിട്ടണം. നമ്മൾ ദൈവത്തിനാണ് ഒന്നാം സ്ഥാനം കൊടുക്കേണ്ടത്. ദൈവമാണ് പുത്രനെ നൽകിയത്, ദൈവമാണ് നമ്മളെ സ്നേഹിച്ചത്. ഇവിടെ നമ്മൾ വായിച്ച വചനം എന്താ? നമ്മളെ ഇരുട്ടിൻ്റെ അധികാരത്തിൽ നിന്ന് നമ്മളെ വിടുവിച്ചു, നമ്മളെ സ്നേഹസ്വരൂപനായ പുത്രൻ്റെ രാജ്യത്തിലാക്കി വെച്ച പിതാവിന് നന്ദിയോടെ സ്തോത്രം ചെയ്യണമെന്നാണ് പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞിരിക്കുന്നത്. പിതാവിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നവരായിരിക്കണം. ഹല്ലേലൂയ, സ്തോത്രം സ്തോത്രം. അപ്പോൾ ഇന്നത്തെ ഈ വചനക്കേൾവിയിലൂടെ നിങ്ങൾക്ക് ഈ ഒരു വെളിപ്പാടുണ്ടാകുവാനും നമ്മുടെ ഹൃദയത്തിൽ പിതാവായ ദൈവം ഒന്നാം സ്ഥാനത്ത് വരുവാനും പുത്രനായ ക്രിസ്തുവില്ലെങ്കിൽ നമുക്ക് ദൈവസന്നിധിയിൽ നിന്ന് നിൽക്കുവാൻ നമുക്ക് യോഗ്യതയില്ല. ക്രിസ്തുവിലാണ് നമ്മൾ നീതീകരിക്കപ്പെടുന്നത്. അപ്പോൾ ക്രിസ്തുവിന് കൊടുക്കേണ്ട സ്ഥാനം ക്രിസ്തുവിന് കൊടുക്കണം. ഹല്ലേലൂയ. ക്രിസ്തുവിനെ നമ്മൾ സ്വീകരിച്ചത് കൊണ്ടാണ്, യേശുവിനെ നമ്മൾ സ്വീകരിച്ചത് കൊണ്ട് നമുക്ക് ആ യേശുവിൻ്റെ പിതാവിനെ നമുക്കും പിതാവേ എന്ന് വിളിക്കുവാനുള്ള അധികാരം ലഭിച്ചു. ഹല്ലേലൂയ, സ്തോത്രം സ്തോത്രം. എന്നാൽ ക്രിസ്തുവിനെ നമുക്ക് വെളിപ്പെടുത്തി തന്നതാരാ? പിതാവാണ്, അല്ലേ? പിതാവ് ആകർഷിച്ചിട്ടല്ലാതെ ആരും പുത്രൻ്റെ അടുക്കൽ വരികയില്ല എന്നാണ് നമ്മൾ വായിക്കുന്നത്, അല്ലേ? അപ്പം പിതാവ് ആകർഷിച്ചത് കൊണ്ടാണ് നമ്മൾ പുത്രനെ നമുക്ക് വെളിപ്പെട്ടത്, ക്രിസ്തുവിനെ നമുക്ക് വെളിപ്പെട്ടത്. ക്രിസ്തുവിലായപ്പോഴോ നമുക്ക് ദൈവം നമ്മുടെ അപ്പനായി, പിതാവായി മാറി. അപ്പം ഇതിൻ്റെ എല്ലാത്തിൻ്റെയും കേന്ദ്രം ദൈവമാണ്. അതുപോലെ തന്നെ നമ്മിൽ വസിക്കുന്ന പരിശുദ്ധാത്മാവിനെ നമുക്ക് നൽകിയത് ദൈവമാണ്. അതാണ് യേശു പറയുന്നത്, ഞാൻ പോകുന്ന നിങ്ങൾക്ക് പ്രയോജനം, ഞാൻ പോയെന്നാൽ സഹായകൻ വരും. അതുകൊണ്ടിട്ടാണ് നമ്മൾ അപ്പോസ്തല പ്രവൃത്തി 1:4 വായിക്കുന്നത്, പിതാവിൽ നിന്ന് കേട്ട വാഗ്ദത്തം പ്രാപിക്കുവോളം നിങ്ങൾ യെരൂശലേം വിട്ടു പോകരുത്. കണ്ടാ, പിതാവാണ് പരിശുദ്ധാത്മാവിനെ നമുക്ക് നൽകുന്നത്. നമ്മൾ പലപ്പോഴും ദൈവസ്വരം കേൾക്കുന്നില്ല എന്ന് നമ്മൾ പറയാറുണ്ട്. ദൈവസ്വരം കേൾക്കാത്തതിൻ്റെ കാരണം നമ്മളുടെ ഹൃദയത്തിൽ നമ്മൾ പിതാവായ ദൈവത്തിന് ഒന്നാം സ്ഥാനം കൊടുക്കാത്തത് കൊണ്ട്, പിതാവായ ദൈവമായിട്ടുള്ള കൂട്ടായ്മ നമുക്കില്ലാത്തത് കൊണ്ടുമാണ് നമുക്ക് ദൈവസ്വരം കേൾക്കാത്തത്. കാരണം പിതാവായ ദൈവമായിട്ട് എത്രമാത്രം നമുക്ക് കൂട്ടായ്മയുണ്ടോ അത്രമാത്രം പരിശുദ്ധാത്മാവ് നമ്മളോട് സംസാരിക്കും, നമുക്ക് വെളിപ്പാടുകളെ നൽകും. നമ്മുടെ ആത്മാവിൽ വചനത്തിൻ്റെ വെളിപ്പാടുകളെ പരിശുദ്ധാത്മാവ് നമുക്ക് നൽകും. കാരണം പരിശുദ്ധാത്മാവിനെ നമുക്ക് നൽകിയത് പിതാവായ ദൈവമാണ്. ഈ കൂട്ടായ്മ യേശുവിനും ഉണ്ടായിരുന്നു. യേശുവും തൻ്റെ ശുശ്രൂഷയുടെ ഇടവേളകളിൽ രാത്രിയുടെ യാമങ്ങളിൽ പിതാവുമായിട്ട് ഒരുമിച്ചിരുന്ന് ഒരു കൂട്ടായ്മ ഉണ്ടായിരുന്നു. ആ കൂട്ടായ്മയിൽ നിന്നാണ്, പിതാവിൽ നിന്ന് കേട്ട് പിതാവിൻ്റെ ഹിതം അനുസരിച്ചാണ് യേശു ഓരോ ശുശ്രൂഷകളും ചെയ്തത്. ഇന്ന് പലപ്പോഴും നമുക്ക് പിതാവായ ദൈവമായിട്ടുള്ള കൂട്ടായ്മയില്ല. നമുക്ക് യേശുവുമായിട്ട് കൂട്ടായ്മയുണ്ട്, പക്ഷേ പിതാവായ ദൈവമായിട്ടുള്ള കൂട്ടായ്മയില്ല. അതുകൊണ്ടാണ് നമുക്ക് പലപ്പോഴും ദൈവശബ്ദം കേൾക്കാൻ കഴിയാതെ പോകുന്നത്. ഇന്ന് ദൈവാത്മാവ് നമ്മളോട് ഇടപെട്ട ഈ വചന സത്യത്തിലൂടെ നിങ്ങൾ സ്വതന്ത്രമാക്കപ്പെടട്ടെ.